നമസ്തേ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമലക്ഷ്മണന്മാർക്ക് നേരെ അട്ടഹസിച്ചുകൊണ്ടുവന്ന രാക്ഷസൻ ആര്? വിരാധൻ. വിരാധന്റെ ശിരസ് അറുത്തുമാറ്റിയപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നത് ഏത് രൂപമാണ്? ശാപമോക്ഷം ലഭിച്ച ദിവ്യരൂപം. വിദ്യാധരൻ. ഏതു മഹർഷിയുടെ ശാപം മൂലമാണ് വിദ്യാധരൻ ക്രൂരനായ രാക്ഷസനായി തീർന്നത്? ദുർവാസാവ് മഹർഷി. വനത്തിലൂടെ നടക്കുമ്പോൾ സീതാദേവി ഏത് സ്ഥാനത്താണ് നടക്കേണ്ടത് എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്? ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും നടുവിലായി. വിരാധന് ശാപമോക്ഷം നൽകിയ ശേഷം രാമലക്ഷ്മണന്മാരും സീതാദേവിയും പ്രവേശിച്ചത് ഏത് മഹർഷിയുടെ ആശ്രമത്തിലാണ്? ശരഭംഗ മുനിയുടെ ആശ്രമത്തിൽ. ശരഭംഗ മുനി ഭഗവാൻ ശ്രീരാമന്റെ പാദങ്ങളിൽ കുമ്പിട്ട് അപേക്ഷിച്ച ശേഷം ഏത് വിധത്തിലാണ് ദേഹത്യാഗം ചെയ്തത്? ചിത കൂട്ടി അഗ്നിയിൽ പ്രവേശിച്ച്. ശരഭംഗ മുനി ദേഹത്യാഗം ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്ന ദേവന്മാർ ആരുടെ നേതൃത്വത്തിലുള്ളവരായിരുന്നു? ഇന്ദ്രന്റെ. സുതീക്ഷ്ണ മഹർഷിയുടെ ഗുരു ആരായിരുന്നു? അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷി ശ്രീരാമന് നൽകിയ ദിവ്യ ആയുധങ്ങൾ ഏതെല്ലാമാണ്? ദേവേന്ദ്രൻ മുൻപ് നൽകിയ ചാപം, ബാണതൂണീര്, ഖഡ്ഗം. അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ശേഷിക്കുന്ന കാലം വസിക്കാനായി തിരഞ്ഞെടുത്ത പുണ്യഭൂമി ഏതാണ്? പഞ്ചവടി. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പഞ്ചവടിയിലേക്ക് പോകുന്ന വഴിയിൽ പർവ്വതത്തിന്റെ കൊടുമുടി പോലെ ഉയർന്ന ശരീരത്തോടെ രാമലക്ഷ്മണന്മാർ കണ്ട പക്ഷീന്ദ്രൻ ആരാണ്? ജടായു. ഗംഗാനദിയുടെ ഉത്തരാതീരത്ത് ഇലകളും പൂക്കളും കൊണ്ട് പർണശാല ചമച്ച് രാമലക്ഷ്മണന്മാരും സീതാദേവിയും താമസിച്ച സ്ഥലം ഏതാണ്? പഞ്ചവടി. രാമഭക്തി വർദ്ധിക്കാൻ ആചരിക്കേണ്ട പ്രധാന വ്രതമായി ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത് ഏതാണ്? ഏകാദശി വ്രതം. കാമരൂപിണിയായി പഞ്ചവടിയിൽ രാമാശ്രമത്തിൽ എത്തിയ രാക്ഷസി ആരാണ്? ശൂർപ്പണഖ. മൂക്കും ചെവിയും മുറിഞ്ഞ ശൂർപ്പണഖ സങ്കടത്തോടെയും ക്രോധത്തോടെയും ഏത് രാക്ഷസ പ്രഭരന്റെ അടുക്കലേക്കാണ് ഓടിച്ചെന്നത്? ഖരന്റെ അടുക്കലേക്ക്. ഖരനുമായുള്ള യുദ്ധത്തിൽ ശ്രീരാമൻ ഉപയോഗിച്ച വില്ല് മുൻപ് ആർക്ക് ദേവേന്ദ്രൻ നൽകിയതായിരുന്നു? അഗസ്ത്യ മഹർഷിക്ക്. സീതാദേവിയെ തട്ടിയെടുത്ത് ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോയ രാവണനെ തടഞ്ഞു നിർത്തി യുദ്ധം ചെയ്ത പക്ഷീന്ദ്രൻ ആരാണ്? ജടായു. ഖരവധത്തിനു ശേഷം രാക്ഷസ മായകളിൽ നിന്ന് രക്ഷ നേടാനായി താപസന്മാർ ലക്ഷ്മണൻ വഴി കൊടുത്തയച്ച ദിവ്യവസ്തുക്കൾ ഏതെല്ലാമായിരുന്നു? അങ്കുലീയവും ചൂടാരത്നവും കവചവും. ജടായു രാവണന്റെ രഥവും വില്ലും തകർത്തപ്പോൾ കോപിഷ്ഠനായ രാവണൻ ഏത് ആയുധം കൊണ്ടാണ് ജടായുവിന്റെ ചിറകുകൾ ഛേദിച്ചത്? ചന്ദ്രഹാസം. ലങ്കയിലെത്തിച്ച സീതാദേവിയെ രാവണൻ ഏത് വൃക്ഷച്ചുവട്ടിലാണ് നിർത്തിയത്? ശിംശപ വൃക്ഷച്ചുവട്ടിൽ. ശ്രീരാമനോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ജീവൻ വെടിഞ്ഞ ജടായുവിന്റെ സംസ്കാര കർമ്മങ്ങൾ ആരാണ് നിർവഹിച്ചത്? ലക്ഷ്മണൻ. രാമലക്ഷ്മണന്മാർ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ വക്ഷസ്സിൽ വദനവും 1 യോജന നീളമുള്ള കൈകളുമുള്ള രാക്ഷസൻ ആരായിരുന്നു? കബന്ധൻ. ശാപമോക്ഷം ലഭിക്കുന്നതിന് മുൻപ് കബന്ധൻ പൂർവജന്മത്തിൽ ആരായിരുന്നു? ഒരു ദിവ്യനായ ഗന്ധർവൻ. ഏതു മുനിയെ പരിഹസിച്ചപ്പോഴാണ് ഗന്ധർവന് രാക്ഷസനായി പോകട്ടെ എന്ന് ശാപം ലഭിച്ചത്? അഷ്ടാവക്രൻ എന്ന മുനിയെ. ഇന്ദ്രന്റെ വജ്രായുധമേറ്റപ്പോൾ ഗന്ധർവന്റെ ശിരസും കാലുകളും ദേഹത്തിനുള്ളിലാക്കാൻ സഹായിച്ചത് ആരുടെ വരമായിരുന്നു?
ബ്രഹ്മാവിൻ്റെ വരം. തന്റെ ദേഹം ദഹിപ്പിച്ചാൽ സീതാമാർഗത്തെക്കുറിച്ച് പറയാമെന്ന് ശ്രീരാമനോട് പറഞ്ഞതാര്? കബന്ധൻ. കബന്ധന്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാർ ആരുടെ ആശ്രമത്തിലാണ് എത്തിയത്? ശബരിയുടെ. ശബരിക്ക് പണ്ട് ആരുടെ ഉപദേശപ്രകാരമാണ് ശ്രീരാമ ദർശനം ലഭിക്കുമെന്നും മോക്ഷം പ്രാപിക്കാമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? തൻ്റെ ഗുരുനാഥനായ മതംഗ മഹർഷിയുടെ. ശ്രീരാമൻ പറഞ്ഞ നവവിധ ഭക്തികളിൽ ഒന്നാമത്തേത് എന്തായിരുന്നു? സജ്ജന സംഗമം. സീതയെ കണ്ടെത്താൻ ആരുമായി സഖ്യം ഉണ്ടാക്കണമെന്നാണ് ശബരി ശ്രീരാമനോട് നിർദ്ദേശിച്ചത്? സുഗ്രീവനുമായി. ശ്രീരാമനെ സ്തുതിച്ച ശേഷം ശബരി എങ്ങനെയാണ് തന്റെ ദേഹത്യാഗം ചെയ്തത്? യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ച് ചെയ്ത് മോക്ഷം പ്രാപിച്ചു. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും നിർണായകവും ഭക്തിനിർഭരവുമായ ആരണ്യകാണ്ഡത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ രാമായണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാക്കിയെന്ന് കരുതുന്നു. സ്കൂൾ മത്സരങ്ങൾക്കും ക്വിസുകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. രാമായണത്തിലെ അടുത്ത കാണ്ഡത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.